നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ പീച്ചി റൂട്ടിൽ KSRTC സർവീസുകൾ നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് MP വിൻസെന്റ് MLAയുടെ നേതൃത്വത്തിൽ KSRTC സോണൽ ഓഫീസറെ ഉപരോധിച്ചു. സ്വകാര്യ ബസ് ലോബിയുടെ സമ്മർദ്ദവും രാഷ്ട്രീയ ഇടപെടലുമാണ് സർവീസ് റദ്ദാക്കിയതിന് പിന്നിലെന്ന് ആക്ഷേപം. തൃശൂർ പൊന്നാനി കോൾ വികസന സമിതി ചെയർമാനായി തന്നെ നിയമിക്കണമെന്ന ഹൈക്കോടതി വിധി ഇതുവരെയും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്ന് CN ജയദേവൻ MP. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 4.5 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്നും MP. തൃശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് 11 ജീവനക്കാർ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആരുടെയും നില ഗുരുതരമല്ല. കേച്ചേരിയിലെ ബാങ്ക് കവർച്ചാ ശ്രമം ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം സ്വദേശി റാഷിദാണ് പിടിയിലായത്. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന 17-കാരിയെ അപമാനിക്കാൻ ശ്രമിച്ച കണ്ടക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി സുനിൽ കുമാറാണ് പിടിയിലായത്. പുതുക്കാട് മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വന്നിരുന്ന 18-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജുവനൈൽ ഹോമിൽ നിന്ന് ചാടിയ ശേഷമാണ് പ്രതി മോഷണം നടത്തിയിരുന്നതെന്ന് പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പീച്ചി റൂട്ടിലെ KSRTC സർവീസുകൾ പൂർണ്ണമായും നിർത്തലാക്കിയ നടപടിക്കെതിരെ MLAയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തൃശൂർ KSRTC സോണൽ ഓഫീസറെ ഉപരോധിച്ചു. KSRTC സോണൽ ഓഫീസർ KP വിൻസെന്റിനെയാണ് ഉപരോധിച്ചത്. ചർച്ചയെ തുടർന്ന് ഉപാധികളുടെ സർവീസ് ആരംഭിക്കാൻ ധാരണയായി. MP വിൻസെന്റ് MLA, TP ജോർജ്, KC അഭിലാഷ്, ഷീജോ P ചാക്കോ, KP എൽദോ, ഷൈജു കുര്യൻ, റോയ് തോമസ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. പീച്ചി റൂട്ടിലുള്ള 6 KSRTC ബസ്സുകളും സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിൽ സർവീസ് നിർത്തിവെച്ചു. സ്വകാര്യ ബസ് ലോബിയുടെ സമ്മർദ്ദവും രാഷ്ട്രീയ ഇടപെടലുമാണ് സർവീസ് റദ്ദാക്കിയതിന് പിന്നിലെന്ന് ആക്ഷേപം. 3 മാസം മുമ്പാണ് തൃശൂർ പീച്ചി മെഡിക്കൽ കോളേജ് റൂട്ടിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് 6 KSRTC ബസ്സുകൾ സർവീസ് ആരംഭിച്ചത്. എന്നാൽ KSRTC സർവീസിനെതിരെ തുടക്കം മുതൽക്കേ സ്വകാര്യ ബസ്സുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകൾ ധാരാളമുള്ള ഇടത്തേക്ക് പുതിയ KSRTC ബസ്സുകൾ ആവശ്യമില്ലെന്നും ബസ് സൗകര്യമില്ലാത്ത ഇടത്തേക്ക് KSRTC സർവീസ് നടത്തുകയാണ് വേണ്ടതെന്നുമായിരുന്നു ഇവരുടെ ന്യായവാദം. ജില്ലയിലെ പ്രധാന ടൂറിസം മേഖലയായ പീച്ചിയിലേക്കുള്ള KSRTC സർവീസ് കളക്ഷൻ കുറവാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഘട്ടം ഘട്ടമായി KSRTC നിർത്തിവെക്കുകയായിരുന്നു. വരുമാനം കുറഞ്ഞ റൂട്ടുകളിലെ സർവീസ് പുനഃക്രമീകരിക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ പേരിലാണ് സർവീസ് നിർത്തിവെച്ചതെന്നാണ് അധികാരികളുടെ നിലപാട്. രാത്രിയിൽ ബസ് ജീവനക്കാർക്ക് താമസിക്കാൻ പീച്ചിയിൽ സൗകര്യമില്ലാത്തതും സർവീസ് നിർത്തിവെക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പീച്ചിയിലേക്കുള്ള എല്ലാ സർവീസും നിർത്തിവെച്ചതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അനാവശ്യ ഇടപെടലും സ്വകാര്യ ബസ് ലോബിയുടെ സമ്മർദ്ദവുമുണ്ടെന്നും MP വിൻസെന്റ് MLA പറഞ്ഞു. പിന്നീട് ഓരോ ദിവസം ഓരോ വണ്ടികൾ കുറച്ച് ഇപ്പോൾ ഒരാഴ്ചക്കാലമായി അവിടെ ഒരു വണ്ടിയായി, ഇന്നലെ തൊട്ട് ഒരു വണ്ടിയും ഓടാത്ത ഒരവസ്ഥയുണ്ടായിരിക്കും. പ്രൈവറ്റ് വണ്ടി വളരെയധികം ഓടുന്ന ഒരു പ്രദേശമാണ്. ആ പ്രൈവറ്റ് വണ്ടികളുടെ ഒരു സ്വാധീനം ഈ തീരുമാനത്തിലുണ്ട് എന്ന ഒരു പരാതിയും ഒരു വലിയ പ്രചരണവും അവിടെ നടക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന സംശയവും എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഇല്ലാതില്ല. ഈ വിഷയം ഉന്നയിച്ച് MLAയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ KSRTC സോണൽ ഓഫീസറെ ഉപരോധിക്കുകയും സർവീസ് ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുമെന്ന് രേഖാമൂലം ഉറപ്പുവാങ്ങുകയുമായിരുന്നു. 2 ബസ് റൂട്ടുകൾ പുനഃക്രമീകരിക്കാനും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. പീച്ചി വിലങ്ങന്നൂർ, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, പുത്തൂർ, തൃശൂർ മെഡിക്കൽ കോളേജ് എന്ന റൂട്ടും പീച്ചി മയിലാടുംപാറ, മാടക്കത്തറ മെഡിക്കൽ കോളേജ് എന്ന റൂട്ടുമാണ് പുതുതായി ക്രമീകരിക്കാൻ ധാരണയായിട്ടുള്ളത്. ബസ് ജീവനക്കാർക്ക് താമസിക്കുന്നതിനായി പീച്ചിയിൽ MLAയും നാട്ടുകാരും ചേർന്ന് സൗകര്യമൊരുക്കാമെന്നും ധാരണയായിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ പീച്ചിയിലേക്കുള്ള KSRTC സർവീസ് ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിക്കാനാണ് ചർച്ചയിൽ തീരുമാനമായത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പൊന്നാനി കോൾ വികസന സമിതി ചെയർമാനായി തന്നെ നിയമിക്കണമെന്ന ഹൈക്കോടതി വിധി ഇതുവരെയും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്ന് CN ജയദേവൻ MP പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൾ വികസന സമിതിയിലെ കമ്മിറ്റി മെമ്പർ പോലും ആകാത്തതിന് പിന്നിൽ കൃഷി വകുപ്പ് മന്ത്രിയുടെ ചില നീക്കങ്ങൾ കൊണ്ടാണെന്നും CN ജയദേവൻ MP ചൂണ്ടിക്കാട്ടി. തൃശൂർ പൊന്നാനി കോൾ വികസന പദ്ധതി അതിൻ്റെ ചെയർമാനായിട്ട് PC ചാക്കോ ആയിരുന്നു. ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ ചെയർമാൻ പിന്നെ CN ജയദേവനാണ്. തൃശ്ശൂർ MP ആയതുകൊണ്ട്, അല്ലാണ്ട് CN ജയദേവൻ ആയതുകൊണ്ടല്ല, തൃശ്ശൂർ MP ആയതുകൊണ്ട് ഞാനാണ് ചെയർമാൻ. പക്ഷെ അതാക്കാതെ ET മുഹമ്മദ് ബഷീറിനെ ചെയർമാനാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. കമ്മിറ്റിയിൽ പോലും എൻ്റെ പേരില്ല.
അപ്പോൾ കഴിഞ്ഞ MP-മാരുടെ മുഖ്യമന്ത്രി വിളിച്ച MP-മാരുടെ യോഗത്തിൽ ഞാൻ ഈ വിഷയം വളരെ സീരിയസ് ആയിട്ട് ഉന്നയിച്ചിരുന്നു. ഞാൻ പറഞ്ഞ എന്നെ ചെയർമാനാക്കാൻ വേണ്ടിയല്ല, എനിക്ക് ചെയർമാനാകാൻ വേണ്ടിയല്ല, ഞാൻ അങ്ങനെ ഒരു കുപ്പായം തുന്നി വെച്ചിട്ടില്ല. ആരെ വേണമെങ്കിൽ ചെയർമാനാക്ക്. ഈ കമ്മിറ്റി കോടിക്കണക്കിന് രൂപയുടെ വർക്ക് നടത്തുന്ന കമ്മിറ്റിയാണ് തൃശ്ശൂർ പൊന്നാനി കോൾ വികസന സമിതി എന്ന് പറഞ്ഞാൽ. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിന് പോകാനുള്ള ശ്രമം കൃഷിമന്ത്രിയുടെ പാർട്ടിക്കാരെ ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും MP ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ ക്ഷേത്രനഗരിയുടെ വികസനത്തിനായുള്ള സമഗ്ര പദ്ധതി പ്രധാനമന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ചതായി ജയദേവൻ അറിയിച്ചു. ഗുരുവായൂർ മേൽപ്പാലത്തിന് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യാഥാർത്ഥ്യമായിട്ടില്ല. ഫണ്ട് ലഭ്യമായാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുവായൂരടക്കമുള്ള വികസന പദ്ധതികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. തൃശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി സംസ്ഥാന പാത പ്രത്യേക പദ്ധതിയായി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും MP പറഞ്ഞു. തൃശൂർ വടക്കാഞ്ചേരി ദേശീയപാതയുടെ അപകടാവസ്ഥ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെയും സഹമന്ത്രി പൊൻ രാധാകൃഷ്ണനെയും ധരിപ്പിച്ചിട്ടുണ്ടെന്ന് MP പറഞ്ഞു. ദേശീയപാതയുടെ വികസനത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ ദിവാൻ ജിമൂല റെയിൽവേ മേൽപ്പാലത്തിന് തൃശൂർ കോർപ്പറേഷൻ പണം കെട്ടിവച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ നടപടികൾ ആരംഭിക്കുന്നതിലെ അവ്യക്തത നീക്കണമെന്നും MP ആവശ്യപ്പെട്ടു. 2015-16 വർഷത്തേക്കുള്ള MP ഫണ്ടിലെ പുതിയ പ്രൊജക്ടുകൾക്ക് അംഗീകാരമായതായി MP അറിയിച്ചു. 4.5 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ നേത്രവിഭാഗത്തിന് ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15 ലക്ഷം രൂപ അനുവദിച്ചതായും MP അറിയിച്ചു. TCV ന്യൂസ് തൃശൂർ. തൃശൂരിൽ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് 11 ബാങ്ക് ജീവനക്കാർ കുഴഞ്ഞു വീണു. ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. ആരുടെയും നില ഗുരുതരമല്ല. തൃശൂർ ഹൈറോഡിൽ പ്രവർത്തിക്കുന്ന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മെയിൻ ശാഖയിലാണ് പുക ശ്വസിച്ച് ജീവനക്കാർ കുഴഞ്ഞു വീണത്. ബ്രാഞ്ച് മാനേജർ കമലം, അസിസ്റ്റന്റ് മാനേജർ ശാന്താകുമാരി, ജീവനക്കാരായ ഷീല, സന്ധ്യ, ഗ്രീഷ്മ, ജെൻസൺ, ബേബി, സദാഗുരു തുടങ്ങിയവരാണ് ജനറേറ്റർ പുക ശ്വസിച്ച് കുഴഞ്ഞു വീണത്. കുഴഞ്ഞു വീണവരെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പഴം പച്ചക്കറി സഹകരണ സംഘത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിലാണ് സംഭവം. ഇടുങ്ങിയ കെട്ടിടത്തിൽ ഓഫീസിനോട് ചേർന്നുള്ള ബാത്റൂമിന് സമീപം വെച്ചിരുന്ന ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് ജീവനക്കാർ കുഴഞ്ഞു വീണത്. ബാത്റൂമിൽ പോയ സന്ധ്യ എന്ന ജീവനക്കാരി ആദ്യം കുഴഞ്ഞു വീണു. ഇവരെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ മറ്റു ജീവനക്കാർ ഓരോരുത്തരായി പുക ശ്വസിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് ജനറേറ്റർ തുടർച്ചയായി പ്രവർത്തിപ്പിച്ചത് മൂലമുണ്ടായ പുകയാണ് അപകട കാരണമായത്. സ്ഥലപരിമിതി മൂലം പ്രത്യേക ജനറേറ്റർ മുറി ഇല്ലാതിരുന്നതും എക്സോസ്റ്റർ ഫാൻ പ്രവർത്തനരഹിതമായതും മൂലം പുക ഓഫീസിനുള്ളിൽ തങ്ങി നിന്നതാണ് ജീവനക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ കാരണമായതെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. TCV ന്യൂസ് തൃശൂർ. കേച്ചേരിയിലെ ബാങ്ക് കവർച്ചാ ശ്രമം ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം മൂക്കോല വാര്യർമൂല സ്വദേശി ചന്ദനത്തേതിൽ റാഷിദാണ് പിടിയിലായത്. കേച്ചേരിയിലെ SBI ശാഖയിൽ 2 ആഴ്ച മുൻപ് ചുമർ കുത്തിപ്പൊളിച്ച് മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെ റാഷിദിന്റെ ദൃശ്യം ബാങ്കിൽ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിരുന്നു. കേച്ചേരി ടൗൺ ജുമാ മസ്ജിദ്, സലഫി മസ്ജിദ്, പട്ടിക്കര ജുമാ മസ്ജിദ്, ചങ്ങരംകുളം മൂക്കോല ജുമാ മസ്ജിദ്, കോക്കൂർ വലിയ ജുമാ മസ്ജിദ്, വളയംകുളം ജുമാ മസ്ജിദ്, നടുവട്ടം ജുമാ മസ്ജിദ്, വാടാനപ്പള്ളി തെക്കേ ജുമാ മസ്ജിദ് തുടങ്ങി നിരവധി പള്ളികളിൽ പ്രതി മോഷണം നടത്തിയിട്ടുണ്ട്. കേച്ചേരി വലിയകത്ത് അബ്ദുൽ ജബ്ബാറിന്റെ വീട്, രഹ്ന സ്റ്റോഴ്സ്, സലഫി മസ്ജിദിന് സമീപത്തെ ഇരുനില വീട്, പള്ളിക്കുന്നിലെ ഷജീറിന്റെ പലചരക്ക് കട, പാവിട്ടപ്പുറം വർക്ക്ഷോപ്പ്, വടക്കുംപാറയിലെ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപത്തുള്ള 3 വീടുകൾ എന്നിവിടങ്ങളിലും പ്രതി മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇയാളുടെ മാതൃവീട് കേച്ചേരി ആയതിനാൽ മേഖല പരിചിതമാണെന്നതാണ് മോഷണത്തിന് കേച്ചേരി തിരഞ്ഞെടുക്കാൻ കാരണം. ചെറുപ്പം മുതൽ മോഷണം തൊഴിലാക്കിയ പ്രതി വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകന്ന് കടത്തിണ്ണകളിലും മറ്റുമാണ് ജീവിച്ചു വന്നിരുന്നത്. ഇടക്കാലത്ത് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലെടുത്തിരുന്നുവെങ്കിലും ആർഭാട ജീവിതത്തിനായി മോഷണം തുടരുകയായിരുന്നു. ബാങ്കിൽ നിന്ന് വൻതുക മോഷ്ടിച്ച് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള ഉദ്ദേശത്തിലാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചതെന്ന് പ്രതി പോലീസിൽ മൊഴി നൽകി. കേച്ചേരിയിലെ ബാങ്കിൽ നിന്ന് പണം ലഭിക്കാത്തതിനാൽ സുരക്ഷിതമായി മോഷ്ടിക്കാനായി ധനകാര്യ സ്ഥാപനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. കേച്ചേരി SBI ശാഖയിൽ ചുമർ തുറന്ന് അകത്ത് കയറിയെങ്കിലും അലാറം അടിച്ചതോടെ പ്രതി പുറത്തേക്കോടി. എന്നാൽ ഈ ശബ്ദം പുറത്തെത്തുന്നില്ലെന്ന് മനസ്സിലായതോടെയാണ് വീണ്ടും അകത്ത് കയറിയത്. ശബ്ദിച്ചിരുന്ന അപകട അലാറം പറിച്ചെടുത്ത് വെള്ളത്തിൽ മുക്കി വിവസ്ത്രനായി മുഖമറച്ചാണ് ലോക്കർ തകർക്കാൻ ശ്രമിച്ചത്. എന്നാൽ ശ്രമം പരാജയപ്പെട്ടതോടെ ബാങ്കിനുള്ളിൽ മലമൂത്ര വിസർജനം നടത്തി തിരിച്ചു പോവുകയായിരുന്നു. അലറാമുകൾ അപകട സമയത്ത് ശബ്ദിക്കുക മാത്രമല്ല, പോലീസ്, ബാങ്ക് മാനേജർ ഉൾപ്പെടെ 8ഓളം ഫോണുകളിലേക്ക് സന്ദേശം നൽകാൻ കൂടി കഴിയുന്നതാണ്. എന്നാൽ ഇത് യഥാവിധം പ്രവർത്തിക്കാഞ്ഞത് മോഷ്ടാവിന് ഗുണകരമായെന്ന് പോലീസ് പറയുന്നു. ജില്ലാ പോലീസ് മേധാവി N. വിജയകുമാറിന്റെ നിർദ്ദേശപ്രകാരം കുന്നംകുളം DYSP ടോം സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ CI BA കൃഷ്ണദാസ്, SI നൌഷാദ്, അഡീഷണൽ SIമാരായ പ്രസാദ്, ജോണി, ASIമാരായ മുഹമ്മദ് അഷ്റഫ്, തങ്കച്ചൻ, സീനിയർ CPOമാരായ ഹബീബ്, ബാബുരാജ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
TCV കുന്നംകുളം. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന 17-കാരിയെ അപമാനിക്കാൻ ശ്രമിച്ച കണ്ടക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 5:30 എടപ്പാൾ നടുവട്ടത്തിനും ചങ്ങരംകുളത്തിനും ഇടയിലായിരുന്നു സംഭവം. തിരുവനന്തപുരം കാഞ്ഞിരക്കുളം സ്വദേശി സുനിൽകുമാറാണ് ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചതിന് പിടിയിലായത്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ ചങ്കുവെട്ടിയിൽ നിന്നാണ് പെൺകുട്ടി ഉൾപ്പെടെ 7-അംഗ കുടുംബം കയറിയത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി വന്നിരുന്ന ഇവർ കുന്നംകുളത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. പെൺകുട്ടി ബസിന്റെ മുൻ സീറ്റിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. ഇവിടെ നിന്നിരുന്ന കണ്ടക്ടർ അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചതറിഞ്ഞ് പെൺകുട്ടി ഉണർന്ന് ബഹളം വെച്ചു. കൂടെയുണ്ടായിരുന്നവർ കണ്ടക്ടറെ ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ ഇവരോട് തട്ടിക്കയറിയെന്ന് പറയുന്നു. തുടർന്ന് കുന്നംകുളത്ത് ബസ്സിറങ്ങിയ ശേഷം വീട്ടുകാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. കുന്നംകുളം പോലീസ് തൃശൂർ ഡിപ്പോയിൽ വിളിച്ച് ബസ് തടഞ്ഞിടുകയും പിന്നീട് നേരിട്ടെത്തി കണ്ടക്ടറെയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിനിടെ ഇവരെ എന്തിനാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് ചോദിച്ചെങ്കിലും പോലീസ് വിശദീകരണം നൽകിയില്ല. പരാതി രജിസ്റ്റർ ചെയ്ത ശേഷം കാര്യങ്ങൾ വിശദമാക്കാമെന്ന നിലപാടിലായിരുന്നു പോലീസ്. എന്നാൽ ഡ്രൈവറെയും കണ്ടക്ടറെയും അനാവശ്യമായി പോലീസ് തടഞ്ഞുവെച്ചെന്നാരോപിച്ച് പ്രതിഷേധവുമായി തൃശൂർ ഡിപ്പോയിലെ ജീവനക്കാർ സർവീസ് നിർത്തിവെച്ചു. 10 മിനിറ്റിലേറെ പ്രതിഷേധം നീണ്ടതോടെ പോലീസ് വിവരം സൂപ്രണ്ടിനെ അറിയിച്ചതിന് ശേഷമാണ് ബസ് സർവീസ് പുനരാരംഭിച്ചത്. തൃശൂർ ഡിപ്പോയിൽ തടഞ്ഞിട്ട സൂപ്പർഫാസ്റ്റ് ബസ്സിലെ യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിടുകയും ട്രാൻസ്പോർട്ട് ഓഫീസറുടെ അനുമതിയോടെ കണ്ടക്ടറെ അറസ്റ്റ് ചെയ്ത് കുന്നംകുളത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ പെൺകുട്ടിയെ കണ്ടക്ടർ അപമാനിക്കാൻ ശ്രമിച്ചെന്ന് ബോധ്യപ്പെട്ടതായി പോലീസ് അറിയിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ പിന്നീട് ചങ്ങരംകുളത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. സംഭവം നടന്നത് ചങ്ങരംകുള പോലീസ് പരിധിയിലായതിനാൽ കേസ് ചങ്ങരംകുള പോലീസിന് കൈമാറുമെന്ന് കുന്നംകുളം CI കൃഷ്ണദാസ് പറഞ്ഞു. TCV ന്യൂസ് കുന്നംകുളം. പുതുക്കാട് മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വന്നിരുന്ന 18-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെണ്ടൂർ മഡോണ നഗർ കടമ്പൂക്കാട്ടിൽ ആഞ്ചലൻസാണ് പിടിയിലായത്. 2 മാസത്തിനുള്ളിൽ പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ 4 ക്ഷേത്രങ്ങളിലും ഒരു പള്ളിയിലും പ്രതി മോഷണം നടത്തിയിട്ടുണ്ട്. വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രം, കീനൂർ മഹാദേവ ക്ഷേത്രം, ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, കാഞ്ഞൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, ചെങ്ങാലൂർ കർമ്മലമാത പള്ളി എന്നിവിടങ്ങളിലും ചില വീടുകളിലുമാണ് പ്രതി മോഷണം നടത്തിയത്. വീട്ടിക്കുന്ന് ക്ഷേത്രത്തിൽ മോഷണം നടത്താൻ ഇയാൾക്ക് സഹായി ഉണ്ടായിരുന്നതായും അവിടെ നിന്ന് മോഷ്ടിച്ച സ്വർണം കൂട്ടാളിയുടെ കൈവശമാണെന്നും പോലീസ് പറഞ്ഞു. പിടികൂടിയ പ്രതിയെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിയാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചത്. ആലപ്പുഴ അരൂരിലുള്ള ഡോക്ടർ പ്രസാദ് അമറിന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂറോളം നീണ്ട ഹിപ്നോട്ടിസത്തിന് ശേഷമാണ് തെളിവുകൾ ലഭിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ക്ലിപ്റ്റോമാനിയ എന്ന പ്രത്യേകതരം അസുഖത്തിന് അടിമയായ പ്രതി 4-ാം വയസ്സു മുതൽ മോഷണം നടത്തിവരുന്നുണ്ട്. വീടുകളിൽ നിന്ന് കോഴികളെയും സൈക്കിളുകളും മോഷ്ടിച്ച് വിൽപ്പന നടത്തുകയാണ് പതിവ്. മോഷണ കുറ്റത്തിന് മുമ്പ് പിടികൂടിയ പ്രതിയെ ജുവനൈൽ ഹോമിൽ എത്തിച്ചിരുന്നു. 1.5 വർഷം മുമ്പ് ജുവനൈൽ ഹോമിൽ നിന്ന് ചാടിയ ശേഷമാണ് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിരുന്നത്. മോഷ്ടിച്ച കോഴികളെ വിൽക്കാറുള്ളത് ചേർപ്പ്, ഒല്ലൂർ മേഖലകളിലാണ്. മോഷണം നടത്തിയ ആരാധനാലയങ്ങളിൽ പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പുതുക്കാട് CI N മുരളീധരൻ, SI V സജേഷ് കുമാർ, സീനിയർ CPOമാരായ ബൈജു, മനോജ്, ഹരി, ഷറഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കിയ ശേഷം കാക്കനാട് ബോസ്റ്റൽ ഹോമിലേക്ക് മാറ്റി. TCV ന്യൂസ് പുതുക്കാട്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ മോഷണ പരമ്പരയിലെ പ്രതി ആഞ്ചലൻസിന് വിദ്യാഭ്യാസം 8-ാം ക്ലാസ് ആണെങ്കിലും മോഷണ രീതികൾക്ക് ഹൈടെക് സ്വഭാവം. മോഷണം നടത്തി കിട്ടുന്ന പണം ഉപയോഗിച്ച് സിനിമകൾ കാണുകയും ലേസും സോഡയും വാങ്ങി കഴിക്കുകയുമാണ് പ്രതിയുടെ മുഖ്യ വിനോദം. സിനിമ കണ്ട ശേഷം വീട്ടുവരാന്തയിൽ കിടന്നുറങ്ങി പുലർച്ചെ എഴുന്നേറ്റ് പോയി ആരാധനാലയങ്ങളിൽ മോഷണം നടത്തുകയാണ് പതിവ്. മോഷണ രീതികളിലും പ്രതി ഏറെ വ്യത്യസ്തത പുലർത്തിയിരുന്നു. സിം കാർഡില്ലാത്ത ഫോൺ വഴി ഇന്റർനെറ്റ് ഉപയോഗിച്ച് മോഷണ രീതികൾ പഠിച്ചാണ് ഭണ്ഡാരങ്ങൾ കവർന്നത്. വിരലടയാളം പതിയാതിരിക്കാനായി കയ്യുറകൾ ധരിച്ചിരുന്നു. മാരകായുധങ്ങൾ ഉപയോഗിക്കാതെ മോഷണം നടത്തിയ പ്രതിയുടെ രീതി പോലീസിനെ ഏറെ വലച്ചിരുന്നു. സെല്യൂട്ട് വിവാദത്തിൽ ഋഷിരാജ് സിംഗിനെതിരെ വകുപ്പ് തല നടപടി ഒഴിവായേക്കും. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിനെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ADGP ഋഷിരാജ് സിംഗ് സല്യൂട്ട് ചെയ്യാതിരുന്നത് വിവാദമായിരുന്നു. സംഭവത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിടുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഋഷിരാജ് സിംഗിനെ എതിരെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഋഷിരാജ് സിംഗിനെതിരെ നടപടിയെടുക്കേണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി ഒഴിവാകാൻ സാധ്യത തെളിഞ്ഞത്.
വിയൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരൻ നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ചു. കൊലക്കേസിൽ വിചാരണ തടവുകാരനായ വെള്ളിക്കുളങ്ങര സ്വദേശി മലയൻ വീട്ടിൽ 36 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരിച്ചത്. 7 മാസം ഗർഭിണിയായ യുവതി ചികിത്സയ്ക്കിടെ മരിച്ചു. H1N1 ആണ് മരണകാരണമെന്ന് സംശയിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ചെങ്ങാലൂർ ആച്ചാണ്ടി ബൈജുവിന്റെ ഭാര്യ 31 വയസ്സുള്ള ജിഷയാണ് മരിച്ചത്. പനിയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും മൂലം ചികിത്സയിലായിരുന്നു. ഗൾഫിൽ നഴ്സായി ജോലി ചെയ്യുന്ന യുവതി 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. മരണകാരണം അറിയുന്നതിനായി രക്തവും സ്രവങ്ങളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളി ജോലിക്കിടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചു. കുന്നത്തങ്ങാടി കോവിൽ റോഡിൽ പാവറട്ടിക്കാരൻ വീട്ടിൽ 56 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10ഓടെയായിരുന്നു അപകടം. ഒളരി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ 3ാം നിലയിലെ സൺഷെയ്ഡ് പണിക്കിടെയാണ് രാജു താഴേക്ക് വീണത്. ഉടനെ ഒളരി മദർ ആശുപത്രിയിലും പിന്നീട് ജനറൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ നഗരത്തിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥല ഉടമകളുമായി മേയർ രാജൻ ചെപ്പാലിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ചർച്ച നടത്തി. റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകുന്നവരുമായി നടത്തിയ ചർച്ചയിൽ നഷ്ടപരിഹാരവും പുനരധിവാസവും സംബന്ധിച്ച് ഏറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു. ഇവയെല്ലാം പരിഗണിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നാണ് ചർച്ചയിൽ ധാരണയായിട്ടുള്ളത്. പടിഞ്ഞാറേക്കോട്ട, ചെട്ടിയങ്ങാടി, ആമ്പക്കാടൻ എന്നീ ജംഗ്ഷനുകളും MG റോഡും പൂങ്കുന്നം സീതാറാം മിൽ ലൈനും വീതി കൂട്ടി വികസിപ്പിക്കുന്നതിനായുള്ള പ്രാഥമിക ചർച്ചകളാണ് നടത്തിയത്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട കൗൺസിലർമാരും ചർച്ചയിൽ പങ്കെടുത്തു. 11-കാരിയായ സജിലി തന്റെ നീണ്ട മുടി മുറിക്കാൻ തീരുമാനിച്ചത് സഹജീവികളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ചെറുപ്പം മുതൽ സ്നേഹിച്ചും താലോലിച്ചും പരിചരിച്ച ഈ കുരുന്നിന്റെ നീളം കൂടിയ കാർക്കൂന്തൽ തോളറ്റം വരെ മുറിച്ചെടുക്കാനാണ് തീരുമാനം. കുന്നംകുളം ചിറക്കൽ ചീരൻ വീട്ടിൽ സജി ജൂബി ദമ്പതികളുടെ ഏകമകളായ സജിലി കേച്ചേരി പഴുനാന ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ക്യാൻസർ ബാധിതരായ തന്റെ പ്രായക്കാരായവർ ഉൾപ്പെടെയുള്ള കീമോതെറാപ്പി ചെയ്ത് തലമുടി നഷ്ടപ്പെട്ടവർക്കായി തന്റെ നീളം കൂടിയ സുന്ദരമായ മുടിയിഴകൾ നൽകണമെന്ന് സജിലി സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് കാലമേറെയായി. സ്കൂളിൽ ചലച്ചിത്ര താരം മഞ്ജു വാര്യർ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ മുടി നഷ്ടപ്പെട്ട രോഗബാധിതരുടെ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടനാൾ മുതലാണ് ഇത്തരം ഒരാശയം ഉള്ളിലെത്തിയതെന്നാണ് സജിലി പറയുന്നത്. മുത്തച്ഛൻ ഇട്ടിമാത്തുവും മുത്തശ്ശി കുഞ്ഞിറ്റിയുമാണ് ഈ സുന്ദരമായ മുടിയിഴകളുടെ യഥാർത്ഥ അവകാശികൾ. എണ്ണയിട്ട് ചീന്തിമിനുക്കി സസൂക്ഷ്മം മുടിയെ പരിചരിച്ചു പോന്നിരുന്നത് അവരാണ്. എങ്കിലും മുടിയില്ലാത്ത സഹോദരിമാർക്ക് സജിലിയുടെ സുന്ദരമായ മുടിചൂടി അഴകുവിരിയുന്നത് ഇവരും ഇപ്പോൾ സ്വപ്നം കാണുന്നുണ്ട്. കാണിപ്പയ്യൂരിലെ അമ്മ വീട്ടിലെ മുത്തച്ഛനും മുത്തശ്ശിയും പേരക്കുട്ടി മുടിമുറിച്ച് നൽകുന്നതിൽ അതീവ സന്തുഷ്ടരാണ്. മുട്ടോളം എത്തുന്ന തന്റെ മുടിയിഴ നല്ല കറുപ്പുനിറമുള്ളതും ഭംഗിയേറിയതുമാണെന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ അസൂയയോടെ പലപ്പോഴും നോക്കിയിട്ടുണ്ടെന്ന് സജിലി പറയുന്നു. എങ്കിലും തന്റെ മുടി ചൂടിയെത്തുന്ന ഏതോ ഒരു ചേച്ചിക്ക് ആ സമയത്തുണ്ടാകുന്ന സന്തോഷം അതുമാത്രമാണ് ഇപ്പോൾ സജിലി സ്വപ്നം കാണുന്നത്. മുടി നൽകേണ്ടത് സംബന്ധിച്ച് സജിലി ആദ്യം അവതരിപ്പിച്ചത് അമ്മയോടാണ്. അമ്മ സമ്മതം മൂളിയതോടെ മറ്റുള്ളവരും ഒന്നിച്ചു. അധ്യാപികമാരാണ് കൂടുതൽ പിന്തുണ നൽകുന്നതെന്ന് സജിലി പറഞ്ഞു. മുടി മുറിച്ചാൽ 1 വർഷത്തിനകം ദൈവം മുടി വീണ്ടും തരും. ഒരിക്കലും മുടി വളരില്ലെന്ന് ഉറപ്പുള്ളവരുടെ സന്തോഷത്തെക്കുറിച്ചുള്ള പല വാർത്തകളും തനിക്ക് പ്രചോദനമായെന്നും ഈ കുരുന്ന് പറയുന്നു. താൻ പഠിക്കുന്ന കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് സൺഡേ സ്കൂളിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഓർമ്മയ്ക്കായി അമല ആശുപത്രിയിൽ വെച്ചാണ് സജിലി തന്റെ മനോഹരമായ നീണ്ട കാർക്കൂന്തൽ മുറിച്ച് സമ്മാനിക്കുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. 22 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ അന്തിക്കാട് എക്സൈസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി കോരത്ത് വീട്ടിൽ അഭിലാഷിനെയാണ് കണ്ടശംകടവ് ബോട്ടുചെട്ടി പരിസരത്ത് നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. കണ്ടശംകടവ്, കാഞ്ഞാണി, അന്തിക്കാട് മേഖലകളിൽ നിർമ്മാണ തൊഴിലാളികൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കുമാണ് അഭിലാഷ് കഞ്ചാവ് വിറ്റിരുന്നത്. 100 രൂപയുടെ ചെറിയ പോളിത്തീൻ പാക്കറ്റുകളിലാക്കിയായിരുന്നു വിൽപ്പന. പ്രിവന്റീവ് ഓഫീസർമാരായ MP പ്രസാദ്, PO ഉമ്മർ എന്നിവരുടെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ KV രാജേഷ്, TS സുരേഷ് കുമാർ, P ശശികുമാർ, OP സുരേഷ് കുമാർ, ഡിക്സൺ V ഡേവിസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ സുരക്ഷ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി 11 മുതൽ ഇന്ന് പുലർച്ചെ 5 വരെ നടത്തിയ കോമ്പിങ്ങിൽ 5 പിടികിട്ടാപ്പുള്ളികൾ പിടിയിലായി. 66 വാറന്റ് പ്രതികളെയും അറസ്റ്റ് ചെയ്തു. അബ്കാരി ആക്ട് പ്രകാരം 16 പേർക്കെതിരെയും പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് 93 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചു. ഒരാളെ കരുതൽ നടപടി എന്ന നിലയിൽ അറസ്റ്റ് ചെയ്തു. 65 ലോഡ്ജുകളിലും 9 റെയിൽവേ സ്റ്റേഷനുകളിലും 14 ബസ് സ്റ്റാൻഡുകളിലും പ്രത്യേക പരിശോധന നടത്തി. 1514 വാഹനങ്ങൾ പരിശോധിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ചതിന് 53 പേരെ അറസ്റ്റ് ചെയ്തു. മറ്റ് കുറ്റകൃത്യങ്ങൾക്ക് 806 പേർക്കെതിരെ നടപടി സ്വീകരിക്കുകയും 1,11,200 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. 4 ACPമാരും
6 CIമാരും ഉൾപ്പെടെ 64 പോലീസ് ഉദ്യോഗസ്ഥർ കോമ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തു. സഹപാഠികളുടെ സന്മനസ്സിൽ ദിജീഷിന് സ്വപ്ന വീടൊരുങ്ങി. ചാത്തന്നൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ദിജീഷിന് കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീടെന്ന ആഗ്രഹം സാക്ഷാത്കരിച്ചത് സ്കൂളിലെ NSS വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ്. മതമേതായാലും മനസ്സു നന്നാവട്ടെ, മനുഷ്യ മനസ്സുകളിൽ നന്മകൾ വിരിയട്ടെ എന്ന NSS ഗീതത്തിലെ അർത്ഥവത്തായ വരികൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ചാത്തന്നൂർ സർക്കാർ സ്കൂളിലെ NSS വോളണ്ടിയർമാർ. രക്താർബുദമെന്ന രോഗത്തെ മനഃശക്തി കൊണ്ട് പൊരുതി തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ വന്ന ദിജീഷിന് കയറിക്കിടക്കാൻ വീട് നിർമ്മിച്ചു നൽകിയാണ് ഈ കുട്ടികൾ സ്നേഹത്തിന്റെയും കരുണയുടെയും നിറമുള്ള പൂക്കൾ വിരിയിച്ചത്. വരവൂർ പഞ്ചായത്തിലെ ഇട്ടോണം ചേലൂർ താമരശ്ശേരി വീട്ടിൽ കൗസല്യയുടെ മകനായ ദിജീഷ് പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിയാണ്. 2013 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദിജീഷിന് ചാത്തന്നൂർ സ്കൂളിൽ +1 പഠനത്തിന് പ്രവേശനം ലഭിച്ചെങ്കിലും രക്താർബുദം പിടിപെട്ടതിനാൽ പഠനം മുടങ്ങുകയായിരുന്നു. ബാല്യത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട ദിജീഷ് മാതാവ് കൗസല്യയോടൊപ്പം മാതൃസഹോദരന്റെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഭാരിച്ച ചികിത്സാ ചിലവിന്റെ മുന്നിൽ പകച്ചുനിന്ന ഈ അമ്മയെയും മകനെയും നാട്ടുകാർ സഹായസമിതി രൂപീകരിച്ചാണ് സംരക്ഷിക്കുന്നത്. തിരുവനന്തപുരം RCCയിൽ നടത്തിയ ചികിത്സയിൽ അസുഖത്തിന്റെ തീവ്രത കുറഞ്ഞ ദിജീഷ് 2014 വീണ്ടും ചാത്തന്നൂർ സ്കൂളിൽ +1 പഠനത്തിന് പ്രവേശനം നേടി. മത്സരിച്ച് സ്നേഹം നൽകിയ സഹപാഠികളാണ് രോഗത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ദിജീഷിന്റെ മനസ്സിന് കരുത്ത് നൽകിയത്. ഇതിനിടയിലാണ് സ്വന്തമായൊരു വീടെന്ന ദിജീഷിന്റെ ആഗ്രഹം സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞത്. തുടർന്ന് വീട് നിർമ്മിച്ചു നൽകാനുള്ള ദൗത്യം സ്കൂളിലെ NSS യൂണിറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ശ്രമഫലമായി സ്വരൂപിച്ച 5 ലക്ഷം രൂപയും വരവൂർ പഞ്ചായത്ത് അനുവദിച്ച 2 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി 7 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 5 സെന്റ് സ്ഥലത്ത് ദിജീഷിന് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം K രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് VA അബൂബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്കൂൾ പ്രിൻസിപ്പൽ K ശൈലജ, NSS പ്രോഗ്രാം ഓഫീസർ CV മണികണ്ഠൻ തുടങ്ങിയ സ്കൂൾ അധികൃതരും വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ദിജീഷിന്റെ ചികിത്സയ്ക്കും വീട് നിർമ്മാണത്തിനും സഹായം അഭ്യർത്ഥിച്ചുള്ള വാർത്തകൾ TCV നൽകിയിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. തൃശൂർ പാടൂക്കാട് കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിലെ ആർട്സ് ഫെസ്റ്റ് സമന്വയം സമാപിച്ചു. 2 ദിവസമായി നടത്തിയ ആർട്സ് ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം മുൻമന്ത്രി KP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. കോഓപ്പറേറ്റീവ് കോളേജ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് TS സച്ചിൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സുനിത U നായർ, NG പ്രിയമോൻ, NN ഭാസ്കരൻ, MP ഹരിദാസ്, AS സുമിത എന്നിവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകനായ K കൃഷ്ണകുമാർ സമ്മാനദാനം നിർവഹിച്ചു. ചാവക്കാട് കടപ്പുറം സുനാമി കോളനിയിൽ കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു. കോളനി നിവാസികൾ ദുരിതത്തിൽ. കഴിഞ്ഞ ദിവസം മദ്യലഹരിയിലെത്തിയ യുവാവ് സുനാമി കോളനിയിലെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന്റെ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചത് ഏറെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ബഹളം കേട്ട പരിസരവാസികൾ വിവരം പോലീസിൽ അറിയിക്കുകയും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. 224 വീടുകളുള്ള കോളനിയിൽ 170ഓളം വീടുകളിൽ താമസമുണ്ട്. ഇവിടെ കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങൾക്ക് പുറമെ കൊട്ടേഷൻ സംഘങ്ങളും താവളമടിക്കുന്നതായി നിവാസികൾ പറയുന്നു. കൂടാതെ ബീവറേജ് സെന്ററുകളിൽ നിന്ന് മദ്യം വാങ്ങി വിൽപ്പന നടത്തുന്നതായും വിവരമുണ്ട്. ഇതിനിടെ സുനാമി കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരെ കണ്ടെത്താൻ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങി. ചാവക്കാട് തഹസിൽദാർ VA മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടത്തുന്നുണ്ട്. 47 വീട്ടുകാർക്ക് നോട്ടീസ് അയച്ചെങ്കിലും 22 കുടുംബങ്ങൾ മാത്രമാണ് ഹാജരായത്. ഇതിൽ 2 കുടുംബങ്ങൾ വീട് സ്വമേധയാ ഒഴിയാൻ തയ്യാറായതായി തഹസിൽദാർ അറിയിച്ചു. ഈ മാസം മറ്റൊരു ഹിയറിംഗ് നടത്തി വാടകക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്ന് തഹസിൽദാർ പറഞ്ഞു. സുനാമി കോളനിയിലെ വീടുകൾ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെന്ന TCV വാർത്തയെ തുടർന്ന് മുൻ ജില്ലാ കളക്ടർ MS ജയ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് തഹസിൽദാർ VA മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോളനിയിലെത്തി അന്വേഷണം തുടങ്ങിയിരുന്നു. ഇവിടെ താമസിക്കുന്നവരുടെ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായി ചാവക്കാട് CI P അബ്ദുൾ മുനീർ പറഞ്ഞു. സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ച സുനാമി കോളനിയിൽ
കടപ്പുറം പഞ്ചായത്തിലെ ചില അംഗങ്ങളെ ഇടനിലക്കാരായി 10,000 രൂപ മുൻകൂറും മാസത്തിൽ 2,500 രൂപ വീതം നൽകിയുമാണ് വീടുകൾ വാടകയ്ക്ക് നൽകുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. എടമുട്ടം പായച്ചോട് ആളില്ലാത്ത വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 500,000 രൂപ കവർന്നു. പണ്ടാര വീട്ടിൽ പ്രബുലന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. മുറികളിലെ അലമാരകൾ കുത്തിത്തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. കഴിഞ്ഞ 4 മാസമായി പ്രബുലനും കുടുംബവും വിദേശത്താണ് താമസം. ഭാര്യ സഹോദരൻ വേണുവാണ് മോഷണ വിവരം പോലീസിൽ അറിയിച്ചത്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിന് സമീപം ഹോട്ടലിൽ വൻ തീപിടുത്തം. കൃഷ്ണ ഹോട്ടലിലാണ് ഇന്ന് പുലർച്ചെ 3ഓടെ തീപിടുത്തമുണ്ടായത്. ഹോട്ടൽ പൂർണ്ണമായും കത്തി നശിച്ചു. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചേലക്കര പൂത്തേടത്ത് ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഹോട്ടൽ. അടുപ്പിൽ നിന്ന് തീ പടർന്നതാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. തീപിടുത്ത സമയത്ത് ഹോട്ടലിൽ 4 ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായമുണ്ടായില്ല. തൃശൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ AL ലാസറിന്റെ നേതൃത്വത്തിൽ 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ലക്ഷം രൂപ കടം വാങ്ങി പണത്തിന് പകരം മുക്കുപണ്ടം നൽകി വഞ്ചിച്ച കേസിൽ യുവതിയെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കടപ്പുറം സുനാമി കോളനിയിൽ താമസിക്കുന്ന പണ്ടാറത്തിൽ താജുദ്ദീന്റെ ഭാര്യ ഹൈറുനിസയെയാണ് SI PD അനൂപ് മോൻ, അഡീഷണൽ SI V രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. കടപ്പുറം സുനാമി കോളനിയിൽ പുളിക്കപ്പറമ്പ് റഫീഖിന്റെ ഭാര്യ സജന കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് അറസ്റ്റ്. അന്യസംസ്ഥാനത്ത് നിന്ന് കന്നുകാലികളുടെ വരവ് നിലച്ചത് ഇറച്ചി വിൽപ്പന രംഗത്ത് പ്രതിസന്ധിയാകുന്നു. ഹോട്ടലുകളിൽ ബീഫ് ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമായി. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കൊണ്ടുവരുന്ന കന്നുകാലികളെ ഗോവധ നിരോധനത്തിന്റെ പേരിൽ തടയുന്ന പ്രവണത ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഹോട്ടലുകളിൽ ബീഫ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകില്ലെന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പ്രാദേശികമായി അറവുമാടുകളെ ലഭ്യമാക്കി ഇറച്ചി വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിൽ ബീഫിന് കിലോയ്ക്ക് 300-ലധികം വില നൽകേണ്ടതുണ്ട്. ബീഫ് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കോഴിക്ക് വിപണിയിൽ വില ഉയർന്നിട്ടുണ്ട്. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിലെ സ്വർണ്ണക്കടയിൽ നിന്ന് 40 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളുമായി മുങ്ങിയ ജീവനക്കാരനെ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ സ്വദേശി തണിയാക്കപ്പറമ്പിൽ ജിജേഷിനെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഷാഡോ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സംഭവം. മിഷൻ ക്വാർട്ടേഴ്സിലെ CD ഗോൾഡിൽ നിന്ന് കാസർകോട്ടേക്ക് കൊടുത്തയച്ച 1.5 കിലോ സ്വർണ്ണാഭരണങ്ങളുമായാണ് ജിജേഷ് മുങ്ങിയത്. ഷാഡോ SI ഡേവിസ്, CPOമാരായ സുബ്രതകുമാർ, അൻസാർ, CPOമാരായ റാഫി, ഗോപാലകൃഷ്ണൻ, പഴനിസ്വാമി, ജീവൻ, ഉല്ലാസ്, ലിഗേഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നവലിബറൽ നയങ്ങൾ എന്ന പേരിൽ സർവ്വമേഖലകളിലും സ്വതന്ത്ര മാർക്കറ്റിംഗ് പുനരുജ്ജീവിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA പറഞ്ഞു. കേന്ദ്ര വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിനെതിരെ വൈദ്യുതി ജീവനക്കാർ തൃശൂർ പടിഞ്ഞാറക്കോട്ടയിൽ നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ധർണ നടത്തിയത്. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് അധ്യക്ഷത വഹിച്ചു. വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ പ്രസിഡന്റ് KN രാമൻ, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ജില്ലാ സെക്രട്ടറി TS സിദ്ദിഖ്, ശാസ്ത്ര ശർമ്മൻ, രഞ്ജന ദേവി, ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ദിവസം വൈദ്യുതി ജീവനക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്കിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ജീവനക്കാരുടെ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ചത്. മരത്താക്കര കുഞ്ഞനംപാറയിൽ ലോറിയുടെ മുകളിൽ നിന്ന് വീണ് തമിഴ്നാട് സ്വദേശി മരിച്ചു. പൊള്ളാച്ചി സ്വദേശി സെൽവരാജാണ് മരിച്ചത്. ലോറിയിൽ ആക്രി സാധനങ്ങൾ കയറ്റി കയർ ഉപയോഗിച്ച് കെട്ടുന്നതിനിടെ ലോറിയുടെ മുകളിൽ നിന്ന് ഇയാൾ വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഉള്ളൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. DYFI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ SBD ബാങ്കിലേക്ക് മാർച്ച് നടത്തി. വിദ്യാഭ്യാസ വായ്പ തിരിച്ചുപിടിക്കാൻ റിലയൻസിന് കരാർ നൽകിയ ബാങ്കുകളുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. ബാങ്കിന് മുൻപിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DYFI ജില്ലാ സെക്രട്ടറി C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ആൻസൺ, മുബാറക് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. രസികപ്രിയയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ഋതിക് രാജയുടെ സംഗീത കച്ചേരി ആസ്വാദകരിൽ രസാനുഭൂതി പകർന്നു. വയലിനിൽ ഇടപ്പള്ളി അജിത്തും മൃദംഗത്തിൽ വൈക്കം പ്രസാദും, ഘടത്തിൽ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണനും പക്കമേളമൊരുക്കി. തൃശൂർ ബാനർജി ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു. ക്ലബ് അങ്കണത്തിൽ നടന്ന ക്യാമ്പ് മേയർ രാജൻ ജെ. ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് ആലുഖ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ബിജു തോമസ്, ജോസഫ് സ്റ്റാൻലി, ജോണി ക്രിസ്റ്റഫർ, റെയ്ഹാൻ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ അതിരൂപത KCYM യൂത്ത് ലീഡേഴ്സ് മീറ്റ് നാളെ നടക്കും. ലീഡേഴ്സ് മീറ്റിന് തുടക്കം കുറിച്ച് ദീപശിഖ പ്രയാണ പതാക ജാഥയും നടത്തി. തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ജിയോ കടവി പതാക പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്തു. നാളെ അയ്യന്തോൾ സെന്റ് മേരീസ് അസംഷൻ പള്ളിയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മാർ റാഫിൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി PJ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. റോട്ടറി ഇന്റർനാഷണൽ ക്ലബിന്റെ എക്സലൻസ് അവാർഡ് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കൽ ഏറ്റുവാങ്ങി. ദുബായിൽ നടന്ന ചടങ്ങിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. കൗൺസിലർ എന്ന നിലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് പുരസ്കാരം സമ്മാനിച്ചത്. കോർപ്പറേഷൻ ഒല്ലൂർ 19ാം ഡിവിഷൻ കൗൺസിലറാണ് ജോൺ കാഞ്ഞിരത്തിങ്കൽ. കൊടുങ്ങല്ലൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ദേശീയപാതയിലും പൊതുമരാമത്ത് പാതകളിലും റോഡിന് കുറുകെ കമാനങ്ങൾ സ്ഥാപിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. കൊടുങ്ങല്ലൂരിൽ ചേർന്ന റോഡ് സുരക്ഷാ കമ്മിറ്റി യോഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഓഗസ്റ്റ് 15 മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ പുതിയതായി സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റുകളുടെയും ടൈമർ സംവിധാനത്തിന്റെയും സ്വിച്ച് ഓൺ കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് TN പ്രതാപൻ MLA നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റിംഗ് റോഡിൽ രാഷ്ട്രീയ മത സാമുദായിക സംഘടനകളുടെ റാലിയും പ്രകടനവും നടത്തുന്നതിന് നിരോധനം. കൊടുങ്ങല്ലൂരിൽ ചേർന്ന ഉന്നതതല പോലീസ് യോഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ സാംസ്കാരിക പരിപാടികൾ നടത്തുവാൻ മാത്രം അനുമതി നൽകിയാൽ മതിയെന്നും തീരുമാനമായി. കൊടുങ്ങല്ലൂർ ക്ഷേത്ര മൈതാനിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിരം പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുവാനും ക്യാമറ ഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി MG റോഡ് രാമദാസ് തിയേറ്ററിന് സമീപം തൃശൂർ. തൃശൂർ PG റൂട്ടിൽ KSRTC സർവീസുകൾ നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് MP വിൻസെന്റ് MLAയുടെ നേതൃത്വത്തിൽ KSRTC സോണൽ ഓഫീസറെ ഉപരോധിച്ചു. സ്വകാര്യ ബസ് ലോബിയുടെ സമ്മർദ്ദവും രാഷ്ട്രീയ ഇടപെടലുമാണ് സർവീസ് റദ്ദാക്കിയതിന് പിന്നിലെന്ന ആക്ഷേപം. തൃശൂർ പൊന്നാനി കോൾ വികസന സമിതി ചെയർമാനായി തന്നെ നിയമിക്കണമെന്ന ഹൈക്കോടതി വിധി ഇതുവരെയും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്ന് CN ജയദേവൻ MP. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 4.5 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്നും MP. തൃശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് 11 ജീവനക്കാർ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആരുടെയും നില ഗുരുതരമല്ല. കേച്ചേരിയിലെ ബാങ്ക് കവർച്ചാ ശ്രമം ഉൾപ്പെടെ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം സ്വദേശി റാഷിദാണ് പിടിയിലായത്. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന 17-കാരിയെ അപമാനിക്കാൻ ശ്രമിച്ച കണ്ടക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി സുനിൽകുമാറാണ് പിടിയിലായത്. പുതുക്കാട് മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്നിരുന്ന 18-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജുവനൈൽ ഹോമിൽ നിന്ന് ചാടിയ ശേഷമാണ് പ്രതി മോഷണം നടത്തിയിരുന്നതെന്ന് പോലീസ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.